തലവേദന, പേശിവേദന, സന്ധിവേദന തുടങ്ങിയ ഏതുതരം വേദനകൾക്കും പെട്ടെന്ന് ആശ്വാസം കാണാനാണ് നാം വേദനസംഹാരികൾ എന്ന പെയിൻ കില്ലറുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വേദനസംഹാരികൾ നിങ്ങളുടെ വൃക്കകളെ എത്രത്തോളം നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ധാരണയുണ്ടോ? വർഷങ്ങളോളം വേദനസംഹാരികൾ കഴിക്കുന്നത് മൂലം ചിന്തിക്കുന്നതിനും അപ്പുറം ദോഷമാണ് സംഭവിക്കുക. തുടർച്ചയായി ഈ മരുന്നുകൾ എടുക്കുന്നതിലൂടെയാണ് പലരുടെയും വൃക്ക തകരാറിലാകുന്നതെന്നാണ് ആരോഗ്യവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വേദനസംഹാരികൾ ഒരു വ്യക്തിയുടെ വൃക്കകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. വൃക്കകളിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു. മിക്ക വേദനസംഹാരികളും നിങ്ങളുടെ വൃക്കകളിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിനുകളുടെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു. പ്രോസ്റ്റാഗ്ലാൻഡിൻ അളവ് കുറയുന്നത് നിങ്ങളുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിന് കാരണമാവുകയും ഇവ രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ്. നിങ്ങളുടെ വൃക്കയുടെ ഫിൽട്ടറിംഗ് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വീക്കമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. നെഫ്രോണുകൾ എന്നും ഈ അവസ്ഥ അറിയപ്പെടുന്നു. വേദനസംഹാരികൾ പോലുള്ള മരുന്നുകളോടുള്ള അലർജിയുടെ അനന്തരഫലമായാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ്. ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD വേദനസംഹാരികളുടെ ദീർഘകാല ഉപയോഗം മൂലമാണ് ഇത് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് വലിയ തോതിൽ കഴിക്കുന്നത്. ഇത് വൃക്കകളുടെ പ്രവർത്തനം ക്രമേണ മന്ദഗതിയിലാക്കുന്നു. ചില സാഹചര്യങ്ങളിൽ വൃക്കരോഗം ഗുരുതരമാകുന്നതുവരെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അതിലൂടെ മരണം വരെ സംഭവിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റ്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ ശരിയായ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള നിങ്ങളുടെ വൃക്കകളുടെ കഴിവിനെ വേദനസംഹാരികൾ ദുർബലപ്പെടുത്തുന്നു. അതിലൂടെ ക്ഷീണം, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ പേശികൾക്കുണ്ടാകുന്ന ബലഹീനത എന്നീ ഗുരുതരാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും. നിർജ്ജലീകരണം. വേദനസംഹാരികൾ വൃക്കകളിൽ ജലാംശം നിലനിർത്താനുള്ള ശേഷിയെ കാര്യമായി ബാധിക്കുന്നു. അങ്ങനെ നിങ്ങളിൽ നിർജ്ജലീകരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ഇത് രക്തയോട്ടം കൂടുതൽ കുറയ്ക്കുകയും നിലവിലുള്ള ആരോഗ്യപ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും.